പ്രിയമുള്ളവരെ, വചനജ്വാല 1343 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 5 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ മെയ് മാസ വണക്കം 5 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 104 സങ്കീർത്തനം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സൃഷ്ടാവിനെ കീർത്തനം പാടുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും ജ്വാലയെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളവുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു. അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിനെ അതിലംഘനീയമായ അതിൽ നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും, മുഖം മിനുക്കാൻ എണ്ണയും, ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബോനോനിലെ ദേവദാരുക്കൾക്ക് ജലം സമൃദ്ധമായി ലഭിക്കുന്നു. അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു. കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലോസ് എന്ന രക്തസാക്ഷിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ നഗരമായ ജെറൂസലേമിൽ ആഞ്ചലൂസ് ഭുജാതനായി. ഏകാന്തതയോട് ബാലനായ ആഞ്ചലോസ് പ്രത്യേക താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. അതിനാൽ ആഞ്ചലോസ് കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. അന്ന് പ്രിയോരായിരുന്ന വിശുദ്ധ ബ്രൊക്കാഡ് കർമ്മലീത്ത സഭ സ്ഥാപിച്ചെന്ന് പറയുന്നതാണ് ശരി. ജെറൂസലേമിലെ പാർത്തിയാക്കീസ് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമം എഴുതിയുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ
ആഞ്ചലോസ് ആ സഭയിൽ അംഗമായി. പുതിയ നിയമസംഹിതയ്ക്ക് അംഗീകാരം വാങ്ങിക്കാൻ നിയുക്തനായത് ഫ്രയർ ആഞ്ചലോസ് ആണ്. അദ്ദേഹം റോമായിൽ പോയി 3-ാം ഹൊണോരിയോസ് മാർപ്പാപ്പയെ കണ്ടു കാര്യം ബോധിപ്പിച്ചു. അവിടെ നിന്ന് അദ്ദേഹം സിസിലിയിൽ പോയി സുവിശേഷ പ്രസംഗം നടത്തി. അവിടെ അദ്ദേഹം സ്നാപക യോഹന്നാനെ പോലെ ഒരു ദുർമാർഗിയെ ശാസിച്ചു. കുപിതനായ പാപി ഫ്രയർ ആഞ്ചലോസിനെ വധിച്ചു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയരെ, ഹെറോദസ് രാജാവിൻ്റെ ഒരു തെറ്റു തിരുത്തിയതിന് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നിന്ദനത്തെയോ ജീവോപായത്തെയോ ഭയന്ന് തെറ്റല്ലെന്ന് പറയുവാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ധീര രക്തസാക്ഷിയായ ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലോസ് എന്ന രക്തസാക്ഷിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.